എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കും. ഒരിക്കലും കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ദ ഫൈനൽ ജഡ്ജ്മെന്റ്, അഗ്നിച്ചൂള എന്നാണ് നരകത്തെ നമുക്ക് വിശേഷിപ്പിക്കുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ദൈവിക സന്ദേശം ഇതാണ്: ചീത്ത മീനുകളെ ദൂരെ എറിഞ്ഞു കളയുന്നത് പോലെ ദൈവത്തിന്റെ രാജ്യത്തിന് അയോഗ്യമായവ നിത്യനാശത്തിലേക്ക് തള്ളപ്പെടും എന്നുള്ള ഒരു ചിന്തയാണ് കാണുന്നത്. വിലാപവും പല്ലുകടിയും എന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രി കേൾക്കുക പ്രിയമുള്ളവരെ, നരകത്തിന്റെ ഭീകരത അത് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം: ഭയത്തെക്കാൾ അപ്പുറത്ത് വലിയൊരു സത്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഇവിടെ ദൈവം തരികയാണ്. എന്താണ് ഈ നരകത്തിന്റെ പ്രഥമമായ വേദഭാഗം നമ്മൾ ചിന്തിപ്പാൻ ഇടയായത്? നിത്യമായ വേർപിരിയൽ. ഒന്നാമത് നമ്മൾ ചിന്തിപ്പാൻ ഇടയായി നിത്യമായ വേർപിരിയൽ. പെട്ടെന്ന് ഞാൻ പറഞ്ഞോട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത അന്ധകാരം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ നിത്യമായ വേർപിരിയൽ എന്ന് പറയുന്നത് ലോകത്തിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദന എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനൊരു മറുപടിയാണ് ഈ നിത്യമായ വേർപിരിയൽ എന്ന് നമ്മളിവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് പലപ്പോഴും വലിയ വേദന എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരക രോഗങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വേദന. എന്നാൽ ഇവിടെ ഒരു നിത്യമായ വേർപിരിയൽ എന്ന് പറയുന്നത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ വേദനയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നരകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീ എന്ന ഒരു സത്യമുണ്ട്, പുഴു എന്നൊരു സത്യമുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് വേർപിരിയൽ എന്ന ഒരു ചിന്ത ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമുക്കറിയാം, ദൈവത്തിന്റെ ശ്വാസവും മനുഷ്യന്റെ നിലനിൽപ്പും എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തന്റെ ശ്വാസം ജീവനുള്ള ദേഹിയാക്കി മാറ്റത്തക്ക നിലയിൽ ഊതി തീർത്ത് ഊതിയതായിട്ട് നമുക്ക് വചനം വായിക്കുന്നു. അതുകൊണ്ട് ശ്വാസമായി ആത്മാവായി നമ്മളിൽ പ്രവേശിച്ച് നമ്മളെ ആത്മാവുള്ള ഒരു ജീവനുള്ള വ്യക്തിത്വമാക്കി മാറ്റിയത് ഒരു ചരിത്രം പഴയ നിയമത്തിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കണം, സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്: ദൈവമില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്നിരിക്കെ ദൈവത്തിൽ നിന്ന് വേർപെട്ട്, കേൾക്കൂ പ്രിയരെ, ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിത്യതയിൽ കഴിയുക എന്നത് ആത്മാവിന്റെ ഏറ്റവും വലിയ ശ്വാസമുടലാണ്. അതായത് നിത്യമായ വേർപിരിയൽ. അതിന് വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു ഭയാനകമായ ഒരു വാചകമുണ്ട്: എന്നെ വിട്ടു പോകുവീൻ. വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാം വചനം അത് ശക്തമായിട്ട് പറയുന്നുണ്ട്: ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. അപ്പൊ ഈ ദൈവ ശബ്ദം അത്ര പെട്ടെന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇത് ദൈവത്തിന്റെ തിരുവായുമൊഴിഞ്ഞ് സംസാരിച്ചതാണ്. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ലാത്തവരെ ശപിക്കപ്പെട്ടവരെ എന്നാണ് ദൈവം വിളിക്കുന്നത്. അപ്പം ദൈവം എന്ന് പറയുന്നത് യാഥാർത്ഥ്യം മുമ്പിലിരിക്കെ വിശുദ്ധിയുടെയും അധികാരത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും സത്യത്തിന്റെയും നിറകുടമായ ദൈവം നിലനിൽക്കെ ആ ദൈവത്തിന് വേണ്ടാത്തവരെ എന്ത് ചെയ്യുന്നു? ശപിക്കപ്പെട്ടവരെ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് 25-41 മത്തായിയുടെ സുവിശേഷത്തിൽ എന്താണ് പറയുന്നത്? എന്നെ വിട്ടു പോകുവി. ആ പദം നമ്മൾ മറന്നു പോകരുത്. അത് ഭയങ്കര മാരകമായ ഒരു വാക്കാണ്. അതായത് ദൈവത്തിന്റെ സ്നേഹം ലഭിക്കാത്ത, കരുണ ലഭിക്കാത്ത, ദൈവം വരാത്ത ഒരു തലത്തേക്ക് പൊക്കോളാനാ പറയുന്നത്. എന്നെ വിട്ടു പോകുവീൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച മാത്രമല്ല, കേൾക്കൂ പ്രിയരെ, നന്മയുടെ ശക്തിയിൽ നിന്ന്, യഥാർത്ഥമായ സത്യത്തിന്റെ ശക്തിയിൽ നിന്ന്, ദൈവത്തിന്റെ ശക്തിയിൽ നിന്ന് എന്നേക്കുമായ ഒരു ഒറ്റപ്പെടലാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. ആ സത്യം ഇന്ന് മനുഷ്യൻ വലിയതായിട്ട് കൊതിക്കേണ്ട ഒരു സത്യമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു: കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം വിട്ട് എവിടെ പോകണം? മോശ പറയുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത ഒരു തലത്തേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇന്ന് രാത്രി കേൾക്കും, ദൈവം വരാത്ത,
ദൈവത്തിന്റെ കരുണ സ്നേഹം വരാത്ത, മനസ്സലിവ് വരാത്ത, ദൈവത്തിന്റെ ശക്തിയും സാമർഥ്യവും വരാത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ വിട്ടു പോകുവീൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന നിത്യമായ വേർപിരിയലിനെ ഇവിടെ ദൈവം സംസാരിക്കുകയാണ്. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ തുതിച്ചാട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഇടം ദുഃഖത്തിന്റെ പടുകുഴിയാണ്, ദുഃഖത്തിന്റെ പടുകുഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കൂ, കൂട്ടായ്മ ലഭിക്കുമ്പോൾ അത് തള്ളിക്കളയരുത്. ദൈവ സാന്നിധ്യമുള്ളിടത്ത് കൂടിയിരുന്നോണം, അഭിഷേകമുള്ളിടത്ത് ചേർന്ന് നിന്നോണം, വചനം സത്യമായി തുറന്നു പറയുമ്പോൾ ചേർന്ന് നിന്ന് ആമേൻ എന്നങ്ങ് പറഞ്ഞോണം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. അതുകൊണ്ട് നല്ല നല്ല പാട്ടുകളൊക്കെ പാടി നന്നായി വചനങ്ങളൊക്കെ ഒന്ന് വായിച്ച് നന്നായി ദൈവത്തിന്റെ വിശുദ്ധമൊക്കെ ജീവിതം നയിച്ച് നമ്മുടെ ദൈവത്തെ അങ്ങ് പ്രസാദിപ്പിച്ച് അങ്ങോട്ട് പൊക്കോണം കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കൂ പ്രിയമുള്ളവരെ, കോടിക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. യഥാർത്ഥ ബന്ധങ്ങളില്ലാതെ വിഷാദത്തിലേക്ക്, ഡിപ്രഷനിലേക്ക്, ഏകാന്തത്തിലേക്ക് നീങ്ങുന്ന തലമുറയുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കണം, പുറത്തെ ഇരുട്ട് എന്ന് പറയുന്നത് നരകതുല്യമാണ്. എന്താണ് പുറത്തെ ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു സത്യമാണ് പുറത്തെ ഇരുട്ട്. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മധ്യത്തിൽ ഇന്നുണ്ട്. അവന്റെ കരുതലും സ്നേഹവും നമുക്കുണ്ട്. അത് അനുഭവിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അതാണ് പുറത്തെ ഇരുട്ട്. അവിടെ രക്തബന്ധം എന്നത് തെളിയിച്ച് കാണിക്കാൻ പറ്റത്തില്ല. സഹായിക്കാൻ കഴിയുന്ന ഒരു ഇടമല്ല അവിടെ. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അവസ്ഥ ലഭിക്കാത്തൊരു സ്ഥലം. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കൂ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വിശക്കുന്നവന് ആഹാരം കൊടുക്കാൻ അവസരമുണ്ട്. വെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം കൊടുക്കാനുള്ള അവസരമുണ്ട്. സ്നേഹത്തിന്റെയും പരസ്പര സാഹോദര്യത്തിന്റെ സമയമുണ്ട്. കൊടുക്കലും വാങ്ങലും ഒക്കെ ഇവിടെ നന്നായി നടക്കട്ടെ. ആത്മനിറവോടുകൂടെ സമാധാനത്തിന്റെ ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകണം. ഇന്ന് രാത്രി കേൾക്കണം, ഒരു ആത്മഭാരം ഇതിനടുവിൽ നമുക്ക് ഉണ്ടാകണം. ലോകം മുഴുവൻ യുദ്ധങ്ങൾ നടക്കുമ്പോൾ, വംശഗതികൾ നടക്കുമ്പോൾ, അക്രമവും അനീതി നടക്കുമ്പോൾ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ, എവിടെയും നരകത്യം നടക്കുമ്പോൾ, വംശഗതികൾ നടക്കുമ്പോൾ, അതിന് നടുവിൽ എനിക്കിതൊന്നും ഒരു ബാധകമല്ല എന്ന് അന്തരാത്മാവിൽ വാദിക്കുന്ന ചില സത്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കൂ, ഇതെല്ലാം നമ്മളെ നരകത്തിലേക്ക് തള്ളിവിടുന്ന യാഥാർത്ഥ്യമാണ്. എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ സുഖമാണ് എന്ന് ചിന്തിക്കുന്ന ആ ചിന്ത നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും എന്നൊരു സത്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യനെ സ്വാർത്ഥതയുള്ളവൻ എന്ന് വിളിക്കുന്നു. സ്വാർത്ഥതയുള്ളവൻ ഇരുട്ടിൽ കഴിയാൻ അവൻ താല്പര്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ നന്മയുടെ പ്രകാശത്തിൽ നിന്ന് അവൻ സ്വയം പുറത്താക്കപ്പെടുകയാണ്. സ്വാർത്ഥതയുള്ളവൻ, പിശുക്കുള്ളവൻ, ദ്രവ്യാഗ്രഹമുള്ളവൻ സ്വയമേ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുറത്താക്കപ്പെടുന്നു. കരുതലില്ലാത്തവൻ, കരുണയില്ലാത്തവൻ, മനസ്സലിവില്ലാത്തവൻ, സ്നേഹിക്കാൻ അറിയാത്തവൻ, ദേഷ്യമുള്ളവൻ, കോപസ്വഭാവമുള്ളവൻ, വൈരാഗ്യമുള്ളവൻ, ഇവൻ സ്വയമേ ഇരുട്ടിലേക്ക് സ്വന്തം ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്തെ ഇരുട്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിത്യമായ വേർപിരിയൽ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, സഭകൾ തമ്മിലുള്ള ബന്ധം, പാസ്റ്റർമാരും വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, ആത്മീയ കൂട്ടായ്മയുടെ അകൽച്ച, ഇത് ഇവിടെ തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവഗ്രഹത്തിൽ പോലും ന്യായവിധി ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, ദൈവം എത്താത്ത ഒരു സ്ഥലത്തേക്ക് ഒരു കൂട്ടം ജനം നീങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? പുറത്തെ ഇരുട്ട്, ഔട്ടർ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ പ്രത്യാശ ഇവിടെ അന്ത്യം കുറിക്കുന്നു. ദൈവമാണ് പ്രകാശമെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും, അത് യോഹന്നാൻ സുവിശേഷത്തിൽ 1-5 പറയുന്നത് പോലെ പ്രകാശം ഇരുട്ടിൽ പ്രകാശിക്കുന്നു എന്നല്ല പഠിപ്പിക്കുന്നത്. ഇരുട്ട് അതിനെ കീഴടക്കിയില്ല എന്നല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ നരകത്തെ പുറത്തെ ഇരുട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വേഗത്തിൽ ഞാൻ പോകുന്നതിന്റെ കാര്യം എന്താ ചോദിച്ചാൽ, ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പങ്കുവെക്കാനിരിക്കുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി സംസാരിച്ചതാണ്. അതുകൊണ്ട് ഇത്രമാത്രം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, പ്രത്യാശയുടെയും സത്യത്തിന്റെയും നന്മയുടെയും ഒരു കിരണവും പ്രവേശിക്കാത്ത എന്നേക്കുമായുള്ള ഒരു അന്ധകാരത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നു. അവിടെ സ്നേഹമില്ല, അവിടെ കരുണയില്ല, അവിടെ ആശ്വാസമില്ല. ഭൂമിയിലെ ഒരു നന്മകളും അവിടെ അനുഭവിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ഇന്ന് നമ്മൾ അനുഭവിക്കേണ്ട നന്മയൊന്നും അവിടെ അനുഭവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിത്യമായ വേർപാടിൽ നമ്മൾ ചിന്തിച്ചു, പുറത്തെ ഇരുട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് ശൂന്യതയിലേക്ക് നമ്മുടെ ആത്മാവിനെ നിത്യമായി തള്ളുന്നു എന്നിവിടെ പഠിപ്പിക്കുക. ഹലോ, വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്.
ഹല്ലേലൂയ. അപ്പൊ ഇത്രമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുക. ആരും ഇതിനിടയ്ക്ക് ഉറങ്ങിപ്പോകരുത്. ഉറങ്ങുന്നവർക്ക് എന്നേക്കുമായി ഉറങ്ങാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. അത് ആ ഉറക്കത്തെ പറ്റി ദൈവം നന്നായി പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ ഇരുന്ന് ഉറങ്ങുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേ ബോധമുണ്ട്, വിവേകമുണ്ട്, ആമേ ഓർമ്മയുണ്ട് എന്നിങ്ങനെയുള്ള സത്യങ്ങൾ ആമേ നരകത്തിൽ നിന്ന് തള്ളിക്കളയാൻ പറ്റുന്നില്ല. കേൾക്കൂ പ്രിയരെ, ഇവിടെ പരിശുദ്ധാത്മാവ് നന്നായി പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. അവിടെ ആരെയും സ്നേഹിക്കാനോ ആശ്വസിപ്പിക്കാനോ കഴിയത്തില്ല. ഓരോ വ്യക്തിയും തങ്ങളുടെ സ്വന്തം പാപവും ഭാരവും പേറി സ്വന്തം ദുഃഖത്തിൽ തളച്ചിടപ്പെടുന്ന ഒരു അനുഭവം എത്ര കണ്ട് നിലവിളിച്ചാലും ആമേ ആരും കേൾക്കാൻ കഴിയാത്ത ഒരിടത്തേക്ക് പോകുന്നു. അഗാധഗർത്തം ആത്മാവിനെ ഇവിടെ വിഴുങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രി കേൾക്കും ദൈവമക്കളെ, നിത്യമായ ഒരു നരകമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള വേർപിരിയലാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞു ദൈവത്തിന് നന്ദി പറയാൻ കഴിയും. എന്നെ ദൈവം സ്നേഹിക്കുന്നു, എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, എന്റെ തലമുറയെ സ്നേഹിക്കുന്നു. ഇന്ന് എന്റെ രോഗം ഒരു രോഗമല്ല, ഇന്ന് എന്റെ സാമ്പത്തിക ഞെരുക്കം ഒരു ഞെരുക്കമല്ല, ഇന്ന് എന്റെ ജീവിതത്തിലെ വേർപാട് ഒരു വേർപാടല്ല. എനിക്ക് ഒരിക്കലും ആമേ നിത്യതയിൽ ആമേ നിത്യ നരകത്തിൽ പോകാതെ വണ്ണം എന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവസ്നേഹം ഇന്ന് പകലിലും ഇന്ന് സന്ധ്യയിലും ഞാൻ അനുഭവിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? അങ്ങനെയുള്ളവർ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ദൈവമില്ലാത്ത, വെളിച്ചമില്ലാത്ത നിത്യമായ അന്ധകാരം മാത്രം ശേഷിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണം. പുറത്തെ ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചമില്ലാത്ത ഒരു അവസ്ഥയെ ഞാൻ ഓർമ്മിപ്പിച്ചു. സത്യം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അമ്മ നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ന് മനുഷ്യൻ ലഹരിക്ക് അടിമയാണ്. അമ്മ മനുഷ്യൻ അധാർമികതയ്ക്ക് അടിമയാണ്, മറ്റു പല ആസക്തിയിലും അടിമയാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ അപ്പനേതാ അമ്മേതാ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. സഹോദരങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ ലഹരിക്കും അധാർമികതയ്ക്കും ഈ ലോകത്തിലെ അന്ധശാര ശക്തിക്കും അധീനമായിപ്പെട്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ആമേ ദൈവം സൃഷ്ടിച്ച ഇരുട്ടിലേക്ക് ഇവിടെ മനുഷ്യൻ സ്വന്തമായി നീങ്ങുന്നു എന്ന് പറയുന്നു. സ്വന്തമായിട്ട് തന്നെ മനുഷ്യൻ ഇരുട്ടിലേക്ക് നീങ്ങാൻ തന്നെ തയ്യാറാകുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്, എന്നെ വിട്ടു പോകുവീ എന്ന് പറയുമ്പോൾ ആ ഭയാനകമായ നരകത്തിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭം കുറിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ലോകത്തുള്ള സകല മനുഷ്യനും പരിസ്ഥിതിയെ നശിപ്പിക്കുമ്പോൾ, ലാഭക്കൊതി മൂലം ആമേ ദിവ്യാഗ്രഹം മൂലം മനുഷ്യൻ സ്വയം ആമേ നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രകാശവും ജീവനുമില്ലാത്ത ഒരു നിത്യമായ ലോകത്തിലേക്ക് എല്ലാവരുടെയും ആത്മാവ് പോകുമോ എന്ന് ചോദിച്ചാൽ ആമേ എല്ലാവരുടെയും ആത്മാവ് പോയില്ലേലും ദൈവത്തെ അറിയാത്ത, മനസ്സിലാക്കാത്ത, അനുസരിക്കാത്ത, ഗ്രഹിക്കാത്ത, ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു കൂട്ടരെ കൊണ്ടുപോകുന്ന ഒരു നിത്യമായ നരകത്തെ ഇവിടെ വിളിച്ചു പറയാം. വിശ്വസിക്കുന്നവരാമേ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹാലലൂയ. തള്ളിക്കളയരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്നെ വിട്ടു പോകുവീരെന്നുള്ള ആ ശബ്ദം എപ്പോഴാണ് നമ്മുടെ കർണക്കൂടെങ്കിലും വരുന്നത് നമുക്കറിയില്ല. നമ്മുടെ പൂർവികരൊക്കെ പലരും യാത്ര തിരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പാട്ടും പാടി സ്തോത്രം സ്തുതിയും പാടിയാലൊന്നും അവരങ്ങ് എത്തത്തില്ല കേട്ടോ. ഓൾറെഡി പോകേണ്ടതൊക്കെ പോയി കഴിഞ്ഞു. ഇന്ന് രാത്രി തിരിച്ചറിയുക, എന്നേക്കുമായി വിട്ടുപോകുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം കൂടെ ഇവർക്ക് കേൾക്കാനിടയാകും. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കൂ പ്രിയരെ, ഇന്ന് നമുക്ക് സ്നേഹിക്കാൻ സമയമുണ്ട്, ക്ഷമിക്കാൻ സമയമുണ്ട്, അനുദവിക്കാൻ സമയമുണ്ട്. സഹോദര സ്നേഹമുള്ളവരെ നിലനിൽക്കാൻ സമയമുണ്ട്. പശ്ചാത്താപിക്കുവാൻ, മടങ്ങി വരുവാൻ, ഐക്യതയും സ്നേഹവും കൂട്ടായ്മയും നിലനിർത്തി മുന്നോട്ട് പോകുവാൻ ഇന്ന് സമയമുണ്ട്. വിശ്വസിക്കുന്നവരാമേ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കി ഏറ്റവും ഗൗരവമായ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് കെടാത്ത തീ ആറാത്ത തീ ചാവാത്ത പുഴു. എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട്? ഹല്ലേലൂയ. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് ദൈവം വലിയ തീക്കുണ്ടം പോലെ ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. അവിടെ ചാവാത്ത പുഴുക്കൾ, കുറെ തീ കെടാത്ത എന്തുവാ തീ. ഇതൊന്നും അല്ല നരകം. അതെപ്പോഴും മനസ്സിലാക്കണം. ഇവിടെ വചനം പറയുന്നു, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 48-ാം വചനം പറയുന്നു, കേൾക്കൂ പ്രിയരെ, അവിടെ പുഴു ചാകയില്ല, അവിടെ തീ കെടുകയില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യം എന്താണ്? എന്താണ് ഈ തീ? എന്താണ് ഈ പുഴു? ഇത് വെറും ഒരു ഭൗതിക അവസ്ഥയല്ല, മറിച്ച് ആത്മാവിന്റെ ആഴങ്ങളിൽ അനുഭവപ്പെടുന്ന തീരാത്ത വേദനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിനെ ദഹിപ്പിക്കുന്ന തീ. കേൾക്കൂ പ്രിയരെ, ദൈവവചനത്തിൽ അഗ്നി പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യത്തെയും വിശുദ്ധിയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തെ തിരസ്കരിക്കുന്നവർക്ക് അതേ വിശുദ്ധി ഒരു ദഹനമായി അനുഭവപ്പെടും. എന്ന് പറഞ്ഞാൽ നരകത്തിലെ തീ എന്ന് പറയുന്നത് പുറമേ നിന്നുള്ള ഒന്നല്ല,
അത് ഉള്ളിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കണം. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി? സ്നേഹിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സ്നേഹത്തെ വെറുക്കുമ്പോൾ അവനിൽ അവശേഷിപ്പിക്കുന്ന സ്വയം ദഹിപ്പിക്കുന്ന ക്രോധത്തിന്റെ ഒരു ശക്തിയുണ്ട്. ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന അഗ്നി ഒരു വസ്തുവിനെ ദഹിപ്പിക്കുമ്പോൾ, ഈ ലോകത്തിലെ അഗ്നി മറ്റു സാധനങ്ങളെ ദഹിപ്പിക്കുമ്പോൾ, വസ്തുവിനെ ദഹിപ്പിക്കുമ്പോൾ, നരകത്തിലെ അഗ്നി എന്ന് പറയുന്നത് ആത്മാവിനെ നശിപ്പിക്കത്തില്ല. നമ്മൾ ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ പറയത്തില്ല ആ വ്യക്തി മരിച്ചുപോയി, ആ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് അവനിൽ ഉണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്നത് വിട്ടുപോയി. ആ വിട്ടുപോയതിനെ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്നു. ആ ആത്മാവിനെ നശിപ്പിക്കാതെ നിത്യമായി ദഹിപ്പിച്ചു കൊണ്ടിരിക്കും എന്നുള്ളൊരു സത്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? പ്രത്യാശയില്ലാത്ത മനസ്സിന്റെ ജ്വാലയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, സാധാരണ അഗ്നി എന്ന് പറയുന്നത് വസ്തുക്കളെ ഭസ്മമാക്കി ഇല്ലാതാക്കുമ്പോൾ ഈ നരകാഗ്നി എന്ന് പറയുന്നത് ആത്മാവിനെ നശിപ്പിക്കുന്നില്ല, പകരം അനുഭവിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ശ്രദ്ധയോടെ കേൾക്കണമേ. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്, ഇത് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചത് കൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കും. കേൾക്കൂ ദൈവത്തിന്റെ മക്കളെ, ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ആത്മാവെന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒന്നാണ്. അത് മരിക്കുന്നില്ല, അത് അസ്തമിക്കുന്നില്ല, അത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ആ നിലനിൽക്കുന്ന ആത്മാവിന് ഇവിടെ വചനം പറയുന്നു, അവനിലുള്ള വേദനയ്ക്ക് ഒരു അന്ത്യവുമില്ല. ആ ആത്മാവ് പ്രകാശം കാണത്തില്ല, ആ ആത്മാവ് സ്നേഹിക്കാൻ പോകുന്നില്ല, ആ ആത്മാവ് സഹായിക്കാൻ പോകത്തില്ല, ആ ആത്മാവ് കെഞ്ചിയാൽ പോലും വിലവിളിച്ച പോലും ഉത്തരം അനുഭവിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്കാണ് ഈ ആത്മാവ് പോകുന്നത്. പ്രത്യാശയില്ലാത്ത ഒരു മനസ്സാണിത്. ഇന്ന് രാത്രി കേൾക്കും, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്ന തീപ്പൊള്ളലല്ല പ്രിയരെ, ഇനി ഒരിക്കലും രക്ഷയില്ല എന്ന തിരിച്ചറിവാണ്. കേൾക്കൂ, ഇന്ന് നമുക്ക് പ്രത്യാശയുണ്ട്. മാതാപിതാക്കൾ ഉണ്ടെന്നുള്ള പ്രത്യാശ, കുടുംബങ്ങൾ ഉണ്ടെന്നുള്ള പ്രത്യാശ, ബാങ്ക് ബാലൻസ് ഉണ്ടെന്നുള്ള പ്രത്യാശ, മക്കളുണ്ടെന്നുള്ള പ്രത്യാശ, സഹോദരങ്ങൾ ഉണ്ടെന്ന പ്രത്യാശ. എന്നാൽ ഈ നരകം എന്ന് പറയുന്നത് പ്രത്യാശയില്ലാത്ത ഒരു മനസ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ നിന്നിരുന്ന് വേദനിപ്പിക്കുന്ന, നിന്നിരുന്ന് അനുഭവിക്കുന്ന ഒരു അമശക്തിയുടെ പ്രവാഹത്തിലേക്കാണ് ഈ ആത്മാവ് പോകുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മുടെ ഊഹാഭോഗങ്ങളിൽ ഭാവനകളിൽ കണ്ടുവന്ന പോലെ ഏതാണ് വലിയ തീക്കൊണ്ടെത്തിക്കൊണ്ട് ഇടുമെന്നും അവിടെ ചാകാത്ത പുഴു ഉണ്ടാകുമെന്നും കെടാത്ത തീയാണെന്ന് അങ്ങനെയൊന്നും അല്ല. അതിനൊക്കെ നമ്മുടെ മിഥ്യാധാരണയാണ്. ഈ വചനം വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, വിശുദ്ധ കാര്യങ്ങൾ എല്ലാവരും ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടാ. ഹല്ലേലൂയ. അപ്പം നരകം പുറത്തുള്ള ഒരു സ്ഥലമല്ല. ഇന്ന് കാണുന്ന ലോക രാജ്യങ്ങളിൽ എവിടെയോ ഒരു നമ്മൾ ആരും അറിയാത്ത ഒരു സ്ഥലമാണ് എന്നുള്ള ചിന്തയാണ്. അങ്ങനെ ഒരു സ്ഥലമല്ല, മറിച്ച് ഉള്ളിലുള്ള ഒരവസ്ഥയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്താൻ കഴിയാത്ത തെറ്റുകളെ ഓർത്ത് നീറുന്ന ഒരു സമയം. ഇന്ന് പശ്ചാത്തപിക്കാനുള്ള സമയമുണ്ട്, ഏറ്റുമറിച്ചിനുള്ള സമയമുണ്ട്. അന്ന് നമുക്ക് നമ്മുടെ തെറ്റുകൾ എങ്ങനെ ഓർമ്മ വരും? നമ്മൾ എന്ന് തിരിച്ചറിവ് പ്രാപിച്ചുവോ അന്ന് മുതൽ എന്ന് വരെ ആയുസ് ജീവനോടെ ഇരുന്നു അന്ന് വരെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് പശ്ചാത്തപിക്കാൻ കഴിയുന്നില്ലല്ലോ. ആ സഹോദരനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ, അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അവനെ ഞാൻ കൊന്നല്ലോ, അവനെ ഞാൻ എന്തുകൊണ്ട് കൊന്നു, ഞാൻ എന്റെ എന്നിങ്ങനെ പറഞ്ഞ ഓരോ നിമിഷം നീറുന്ന നിമിഷങ്ങൾ. കേൾക്കു പ്രിയമുള്ളവരെ, സ്നേഹിക്കപ്പെടാനോ ആശ്വസിപ്പിക്കാനോ ആരുമില്ല എന്നൊരു തിരിച്ചറിവ് അവിടെ ഉണ്ടാകുകയാണ്. ഇന്ന് രാത്രി കേൾക്കണം, പ്രത്യാശയില്ലാത്തൊരു സ്ഥലം, അണഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. യഥാർത്ഥ നരകം എന്ന് പറയുന്നത് വെളിച്ചം ലേശമെത്താത്ത അണഞ്ഞു പോകുന്ന അവസ്ഥ. ശാരീരികമായ വേദനയേക്കാൾ അപ്പുറത്ത് ഒന്നും മാറാൻ പോകുന്നില്ല എന്നൊരു നിരാശ. നമുക്കൊക്കെ അറിയാം, ഒരു ജയിലിൽ ഒരു കുറ്റവാളി പിടിക്കപ്പെട്ട 14 വർഷം ജയിലിൽ കഴിഞ്ഞാൽ ആ 14 വർഷത്തെ വേദന അവൻ അനുഭവിച്ചാൽ മതി. അത് കഴിഞ്ഞ് അവനൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. അതാണ് ഈ നിത്യതയുടെ പ്രത്യേകത. ഈ നിത്യമായ നരകത്തിന്റെ പ്രത്യേകത അതാണ്. നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. എന്നേക്കുമായി ബൈ ബൈ പറഞ്ഞ് നാം നരകത്തിലേക്ക് പോകുകയാണ്. നമ്മുടെ ആത്മാവ് നീറി പുകയും. നമ്മുടെ ആത്മാവ് പഴയ കാര്യങ്ങളെ, തെറ്റുകളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെ ശരീരമില്ല, അവിടെ സഞ്ചരിക്കുന്നത് ആത്മാവാണ്. നമ്മുടെ ഇന്നത്തെ ശരീരം ആറടി മണ്ണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തീയാലോ സമുദ്രത്തിലാലോ ദഹിപ്പിക്കപ്പെടുന്നു, മാറ്റപ്പെടുന്നുവെങ്കിലും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മാവ് മരിക്കുന്നില്ല.
അത് ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് ഉള്ളിൽ നിന്ന് നീറുകയാണ്. കേൾക്കൂ പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ഇന്ന് ദൈവത്തിന്റെ സ്നേഹവും കരുതലുമുണ്ട്, ആത്മാവിന്റെ വലിയ സ്വാതന്ത്ര്യം ഇന്നുണ്ട്. ഇന്ന് ദൈവവചനത്തിന് പഞ്ഞമില്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാ പ്ലാറ്റ്ഫോമിലും മുക്കിലും മൂലയിലും നൂറുകണക്കിന് സഭകളുണ്ട്, നവീകരണ പ്രസ്ഥാനങ്ങളുണ്ട്, വാദോരാതെ കവലകൾ തോറും പ്രസംഗിക്കുന്ന വികാസന്മാരുണ്ട്. പള്ളികളുടെ അകത്തുണെങ്കിലും പള്ളിക്ക് പുറത്തും പ്രസംഗിക്കുന്ന വികാസന്മാരുണ്ട്. പക്ഷെ ഇന്ന് വചനത്തെ നിസ്സാരമായി കാണുന്നവർ, പുച്ഛിച്ച് കാണുന്നവർ, അവർക്കൊക്കെ സ്വാഗതം നൽകുന്ന ഒരു ഇടമുണ്ട്, ഈ നിത്യ നരകം. കേൾക്കൂ പ്രിയരെ, ഇന്ന് നമുക്ക് അടിപിടി ഉണ്ടാക്കാം, വഴക്കുണ്ടാക്കാം, വയ്യാവേലി ഉണ്ടാക്കാം, പാരവെപ്പ് ഉണ്ടാക്കാം, അടിച്ചമർത്തൽ ഉണ്ടാക്കാം, നിന്ദിക്കാം, പഴിക്കാം, അപവാദം പറയാം. എന്നാൽ എന്നേക്കുമായി നീറിപ്പോകുന്ന ചിന്തകളുമായി, വികാരങ്ങളുമായി, വിചാരങ്ങളുമായി ആത്മാവ് നശിക്കാതെ മരിക്കാതെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെയാണ് നിത്യനരകം. അവിടേക്ക് നമ്മുടെ ആത്മാവ് പോകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ മടങ്ങി വരണം. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ അങ്ങയുടെ പൈതലായി, മകനായി, മകളാക്കി തീർക്കണമേ. എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ യോഗ്യനാക്കണമേ എന്ന് കരയാനുള്ള സ്വാതന്ത്ര്യം ഇന്നുണ്ട്, നിലവിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നുണ്ട്, പശ്ചാത്താപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരോടും വൈരാഗ്യം വെച്ച് പുലർത്തരുത്, ആരുമായിട്ട് പ്രതികാരം ചെയ്യരുത്. ഇന്ന് രാത്രി കേൾക്കൂ പ്രിയരെ, ആത്മസാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താലോ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് പഠിപ്പിക്കുന്ന സത്യം ഇതാണ്. പുഴു ചാവുന്നതോ തീ കെടാത്തതോ ആയ അവസ്ഥയെ വിശേഷിപ്പിക്കുകയാണ്. എന്താണ് ഈ ചാവാത്ത പുഴു, എന്താണ് ഈ കെടാത്ത തീ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് ഭൂമിയിലെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെ കുറിച്ച് ആത്മാവ് പൂർണ്ണമായി ബോധവാനാകുന്നു. എന്നാൽ അവ തിരുത്താൻ ഇനി സാധിക്കയില്ല എന്ന ഒരു തിരിച്ചറിവ് ആത്മാവിനെ വിട്ടുമാറാതെ വേട്ടയാടുന്നു. ഇതിനെയാണ് പുഴു എന്ന് വിശേഷിപ്പിക്കുന്നത്, ചാവാത്ത തീ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് നീരി പുകയുന്ന ഒരു ആത്മാവ്, വേദനിച്ച് ജീവിക്കുന്ന ഒരു ആത്മാവ്, ഹാലിൽ രക്ഷപ്പെടാൻ കഴിയാതെ ബോധമുള്ള ഒരു ആത്മാവ്, അറിവുള്ള ആത്മാവ്, ഓർമ്മയുള്ള ഒരു ആത്മാവ്. അങ്ങനെ ഓർമ്മയും അറിവും എല്ലാമുള്ള ആത്മാവ് അവിടെ നിന്നിരുന്ന് അനുഭവിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ബോഡി കൊണ്ട് എന്താണ് പ്രയോജനം. തിന്നാനും കുടിക്കാനും ഉപയോഗിക്കുന്നു, ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ ബോഡി കൊണ്ട് എന്താണ് പ്രയോജനം? എന്നാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് കൊണ്ടാണ് നമ്മുടെ ബോഡിയിലുള്ള സകല വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കാണേണ്ടത് പോലെ കാണുവാൻ, കേൾക്കേണ്ടത് പോലെ കേൾക്കുവാൻ, സംസാരിക്കേണ്ടത് പോലെ സംസാരിക്കുക, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുവാൻ, ഇതിനെല്ലാം സഹായമാക്കുന്ന ഒരു ഘടകമുണ്ട് നമ്മുടെ ഉള്ളിൽ. അവനെ നമ്മൾ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്നു, ദൈവത്തിന്റെ ശ്വാസം എന്ന് വിശേഷിപ്പിക്കുന്നു. കേൾക്കൂ പ്രിയമുള്ള, ഈ ശ്വാസം നിന്നാൽ, ഈ ആത്മാവ് നിന്നാൽ നമ്മുടെ ഈ ബോഡി കൊണ്ട് ഒരു 10 പൈസയ്ക്കും പ്രയോജനമില്ല. അതുകൊണ്ട് തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ഈ രാത്രിയിൽ നമ്മളുടെ ഉള്ളിൽ ആത്മാവ് സകലതും അറിയുന്നു. നമ്മുടെ ജനനം മുതൽ നമ്മുടെ ഇന്ന് വരെയുള്ള അവസ്ഥ ആർക്കും അറിയത്തില്ലെങ്കിലും ആത്മാവിനെ നന്നായിട്ട് അറിയാം. ഈ ആത്മാവ് കടന്നു പോകുന്നിടത്ത് ഈ അറിവുമായിട്ട്, ഈ ബോധവുമായിട്ട്, ഈ ഓർമ്മയുമായിട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അവന് ലഭിക്കുന്ന നരകമെങ്കിൽ ആ നരകത്തിലിരുന്ന് നിത്യമായ നരകം, അവസാനിക്കാത്ത നരക, പ്രത്യാശയില്ലാത്ത നരക, ആ നരകത്തിലിരുന്ന് നീറിപ്പോകുന്നു. ഇന്ന് ഒരു നിമിഷം നമുക്ക് അല്പം കുറവുകളുണ്ടെങ്കിൽ, ബലഹീനമുണ്ടെങ്കിൽ ഉറങ്ങാത്ത രാത്രികളാണ് നമുക്ക് സമ്മാനമായി ലഭിക്കുന്നത്. കേൾക്കൂ പ്രിയരെ, അല്പം നമ്മുടെ ഞരമ്പിന് ഒരു വീക്ക്നെസ് വന്നാൽ, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ നമ്മൾ ഇരുന്ന് അനുഭവിക്കുകയുള്ളൂ. ഒരു ചെറിയ മുറിവ് നമുക്ക് പറ്റിയാൽ അതിന് വേദന എത്രമാത്രം നമ്മൾ അനുഭവിക്കുന്നു. ഒരാൾ നമ്മളെ വേദനിപ്പിച്ചാൽ, അപമാനിച്ചാൽ ആ വേദനയും പുകർന്നുകൊണ്ട് ആത്മാവ് രാത്രി യാമങ്ങൾ ഉറങ്ങാതെ എത്രയോ ദിനങ്ങൾ തള്ളി നീക്കുന്നു. അങ്ങനെ ആത്മാവ് ഇവിടെ വെച്ച് തന്നെ സ്വസ്ഥത നൽകുന്നില്ല. എന്നാൽ ദുഃഖിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ഭാരപ്പെടുന്നവർ, വേദന അനുഭവിക്കുന്നവർ, ഞെരുക്കം അനുഭവിക്കുന്നവർ, രോഗം അനുഭവിക്കുന്നവർക്കും പ്രത്യാശയുണ്ട് എന്നൊരു സത്യം ഇവിടെ ഉറപ്പിക്കുന്നു. യേശു പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവ, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവ, നിന്റെ പാപങ്ങളെ മോചിച്ചു തരുന്ന ദൈവ, നീ കരയണ്ട, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന പ്രത്യാശയുടെ വാക്ക്, നന്ദിയുടെ വാക്ക്, അനുസരണത്തിന്റെ ആത്മാവിന്റെ വാക്കുകൾ, ജീവിപ്പിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം ഇന്നുണ്ട്. ഇതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന ഒരു ആത്മീകനെ ഇത് കൊതിക്കുന്നു. എത്ര പേർക്ക് ആമേൻ സ്വോത്രം ചെയ്യാൻ കഴിയോ?
ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് നമ്മുടെ ഹൃദയം ദുഃഖിക്കരുത് കേട്ടോ, വേദനിക്കരുത്. ഒട്ടന്നെ ദൈവം ഭാഗെ തുറന്നു മറഞ്ഞ് അങ്ങ് സംസാരിച്ചോണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കും. ഹല്ലേലൂയ, സമാധാനം ലഭിക്കും. ഇവിടെ കേൾക്കും, പ്രത്യാശയില്ലാത്ത ആത്മാവ് നിത്യമായ ഇരുട്ടിലായിരിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കാനിടയായി. അനന്തമായ കുറ്റബോധം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, ഒരാൾ ചെയ്ത തെറ്റുകളെ കുറിച്ച് അമിതമായി ചിന്തിപ്പിക്കുന്ന റുമിനിയേഷൻ കേൾക്കൂ, സ്വയം പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇതിനെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ദഹിപ്പിക്കുന്നു. പശ്ചാത്താപം മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ കുറ്റബോധം എന്നൊരു സത്യമുണ്ട്, അത് മനസ്സിനെ നശിപ്പിക്കാതെ നീറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കുറ്റബോധം കൂടെ വരുന്നു, ഓർമ്മ കൂടെ വരുന്നു, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്ത കൂടെ വരുന്നു. ഈ ആത്മാവിന്റെ കൂടെ ചിന്തകള്, ഓർമ്മകള്, അതുപോലെ നശിക്കു പോകാത്ത മനസ്സുമായിട്ടാണ് ഈ ആത്മാവ് വരുന്നത്. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്ട് ഹല്ലേലൂയ. ആമേൻ. ജീസസ്. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഒരിക്കലും വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയം വരുവതിൻ താമസമേറെയില്ല. ചേർന്ന് പാടിക്കാട്ട്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറും നീ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറും നീ ഒരുങ്ങിയിടാ. ഒരിക്കലും വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാണ്. നമ്മുടെ ഓരോ സാന്നിധ്യവും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യണം. നമ്മുടെ വിദ്യാഭ്യാസം ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യണം. നമ്മുടെ കഴിവ് ക്രിസ്തുവിന് വേണ്ടി പ്രസന്റ് ചെയ്യണം. നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം ക്രിസ്തുവിന് വേണ്ടി പ്രസന്റ് ചെയ്യണം. ഇവിടെ എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. കാരണം നിങ്ങളുടെ തേജസ്സുള്ള മുഖം നാളെ എല്ലാവർക്കും കാണണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ തേജസ്സുള്ള മുഖം 4 പേർ കാണണം. ഇന്ന് നമ്മുടെ കഴിവുകളും വിദ്യാഭ്യാസങ്ങളും ക്രിസ്തുവിന് വേണ്ടി പ്രസന്റ് ചെയ്യണം. ഇന്ന് നമുക്കുള്ള സമ്പത്ത്, സമയം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. നമ്മുടെ കോപിച്ച മോഹം ആർക്കും വേണ്ട, വൈരാഗ്യമുള്ള മോഹം ആർക്കും വേണ്ട, ദുഷ്ടതയും അസൂയയും കുശുമ്പും നിറഞ്ഞ മോഹം ആർക്കും വേണ്ട. സന്തോഷമുള്ള മുഖം എല്ലാവർക്കും വേണം. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന അതിപ്രധാനമായ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കും, നരകത്തിലെ പുഴി എന്ന് പറയുന്നത് കേൾക്കും ആത്മാവിനെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന കുറ്റബോധമാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ, ആത്മാവിനെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന കുറ്റബോധമാണ് നരകത്തിലെ പുഴു. ഓക്കെ, ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും ലഹരി കൊണ്ടോ വിനോദങ്ങൾ കൊണ്ടോ ജോലി കൊണ്ടോ നമ്മുടെ മനസ്സാക്ഷിയെ നാം മരവിപ്പിച്ച് നിർത്താറുണ്ട്. പലരും പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, ഞാൻ ചില തെറ്റുകൾ ചെയ്തു, ഞാൻ ചില കുറവുള്ളവനാണ്, ബലഹീനാണ്, എനിക്ക് അല്പം ലഹരി പദാർത്ഥം വേണം, എനിക്കൊരു ടൂർ പോകണം, എനിക്ക് എന്റെ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, എനിക്ക് എന്റെ ജീവിതത്തിലെ കുറ്റബോധം താങ്ങാൻ വയ്യ, എനിക്ക് ഒരുപാട് വേദനകളുണ്ട്, ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്, അതുകൊണ്ട് അല്പസമയം എനിക്ക് എൻജോയ് ചെയ്യണം. അങ്ങനെ ലഹരിക്ക് അടിമകളാകുന്നവർ, വിനോദത്തിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നവർ, മറ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി പോകുന്നവർ, പരദൂഷണം പറയുന്നവർ, ഉല്ലസിക്കുന്നവർ, ആഹ്ലാദിക്കുന്നവർ, ഇതൊക്കെ ചെയ്യുന്നത് ഈ കുറ്റബോധത്തെ അടിച്ചമർത്താൻ വേണ്ടിയാണ്. പക്ഷെ ആത്മാവിന് വ്യാപരിക്കുന്ന ഒരു പദമുണ്ട്. ആത്മാവിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈ കുറ്റബോധം നമ്മുടെ ലഹരി കൊണ്ടോ വിനോദങ്ങൾ കൊണ്ടോ ഈ ലോകത്തിലെ ആളുകളുമായിട്ടുള്ള തെറ്റായ ഇടപെടൽ കൊണ്ടോ അല്പം ആശ്വാസം ലഭിച്ചേക്കാം. പക്ഷെ കുറ്റബോധം എന്നത് വിട്ടുപോകത്തില്ല. അത് ആത്മാവിൽ തളച്ചിരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഇവിടെ കുറ്റബോധം തുറന്നുകൊണ്ടിരിക്കും. എന്നേക്കുമായുള്ള നിത്യ നരകത്തിലും ആത്മാവ് നീറിപ്പുകയുന്ന കുറ്റബോധമായി മുന്നോട്ട് പോകും. എനിക്ക് രക്ഷപ്പെടാൻ എത്രയോ അവസരങ്ങൾ ലഭിച്ചു എന്നുള്ള ചോദ്യം മുമ്പിലിരിക്കെ, ദൈവം എത്ര തവണ എന്നെ വിളിച്ചു എന്ന ചോദ്യം മുമ്പിലിരിക്കെ, എന്റെ അഹങ്കാരം കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചപ്പോൾ മറ്റുള്ളവരോട് എനിക്ക് ക്ഷമിക്കാമായിരുന്നു, മറ്റുള്ളവരോട് എനിക്ക് സ്നേഹിക്കാമായിരുന്നു എന്നിങ്ങനെയുള്ള ചിന്തകൾ മുമ്പിലിരിക്കെ, നമ്മൾ സ്നേഹിക്കാതെ ക്ഷമിക്കാതിരിക്കുന്ന ഇങ്ങനെ ഒരുപാട് കുറ്റബോധത്തിന്റെ ചിന്തകൾ പുഴുവിനെ പോലെ ആത്മാവിനെ നിരന്തരം കുത്തിക്കൊണ്ടിരിക്കും. വിശുദ്ധ കാര്യങ്ങളിൽ ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്താണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കൂ, അതിരുമാന്തം പോകരുത്. ആരോട് ദുർവർത്താനം പറയരുത്. ആരെക്കുറിച്ച് അപവാദം പറയരുത്. നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും ഒരു വ്യക്തിയെ കുറിച്ചും മോശം പറയരുത്. ഇതിങ്ങനെ കുറ്റബോധത്തിന്റെ ശക്തിയുണ്ട്. നമ്മളെ വെല്ലാതെ ഇവിടെ കൊണ്ട് വീർപ്പ് മുട്ടിക്കുക മാത്രമല്ല, നിത്യമായ നരകത്തിലും ഇത് വീർപ്പ് മുട്ടിക്കും.
നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്ട് ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കൂ, ബുദ്ധിമണ്ഡലം ശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കൂ, ശരീരാവയവങ്ങൾ ശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കൂ. നാഥാ, അങ്ങയുടെ ശക്തി എന്റെ മേൽ പകരണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റണമേ. പാപമില്ലാത്ത അപകടമില്ലാത്ത ഹല്ലേലൂയ ഒരു ജീവിതം എനിക്ക് തരണമേ. നരകപരമായ ചിന്തകൾ എന്നെ ഭാരപ്പെടുത്തുന്നു. ഭയം, ഭീതി, അവിശ്വാസം, ഉത്കണ്ഠ, നിരാശ എന്നെ ഭാരപ്പെടുത്തുന്നു. ഇവയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വേണം. ഇന്ന് നമുക്ക് നിലവിളിക്കാൻ പറ്റും. സമയം വൈകി പോയിട്ടില്ല. അതുകൊണ്ട് ഇനി രാത്രി കേൾക്കൂ, രക്ഷ എന്ന വാതിൽ ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? നിങ്ങൾ മനസ്സിലാക്കുക, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ധനവാന്റെ ലാസറിന്റെ കഥയുണ്ട്. നരകത്തിൽ കിടക്കുന്ന ധനവാൻ ആഗ്രഹിക്കുന്നത് തന്റെ സഹോദരന്മാരെങ്കിലും രക്ഷപ്പെടണമെന്ന്. അവിടെ അവൻ ദൈവത്തിന്റെ നീതിയെ തിരിച്ചറിയുന്നു. നോക്കണേ, നരകത്തിലിരിക്കുന്ന ആത്മാവ്, ധനവാന്റെ ആത്മാവ് ഇവിടെ ഇങ്ങനെ ഓർക്കുക. അവന്റെ ശരീരം അവിടെയില്ല, അവന്റെ ആത്മാവ് നരകത്തിലുണ്ട്, യാതന സ്ഥലത്തുണ്ട്. അവൻ ഓർക്കാൻ കഴിയുന്നുണ്ട്. അവനിലുള്ള കുറ്റബോധം അലട്ടുന്നു, അവനെ ഭാരപ്പെടുത്തുന്നു. അവന്റെ ആത്മാവ് പറയുന്ന പദം എങ്ങനെയാണ്? ഇവിടേക്ക് എന്റെ സഹോദരന്മാരൊന്നും വരരുത്. അവർ അങ്ങ് കേരളത്തിലും UK-യിലും അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ ഉണ്ട് എന്റെ സഹോദരങ്ങള്. അവരിവിടേക്ക് വരരുതെന്ന് പറയുന്ന പ്രാർത്ഥന നരകത്തിൽ കിടന്ന് കഴിക്കുന്നു. എത്ര പേർക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. കാരണം അവനറിയാം, ധനവാൻ അറിയാം, അധികം താമസിയാതെ എന്റെ സഹോദരങ്ങൾ കൂടപ്പുറപ്പുകൾ ഇങ്ങോട്ട് തന്നെയാ വരുന്നത്. കാരണം അവർ നാട്ടിലിരിക്കെ അവർ വളരെയധികം അറമാദിക്കുന്നു, അവിഹിതം കാണിക്കുന്നു, തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നു, ദൂഷണം പറയുന്നു, അപവാദം പറയുന്നു, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, ആരെയും സഹായിക്കുന്നില്ല, ആരെയും സ്നേഹിക്കുന്നില്ല, സ്വന്തം കൂടപ്പുറപ്പുകളെ നോക്കുന്നില്ല, കീഴിലുള്ള ജാതികളെ അവഹേളിക്കുന്നു, പരസ്യമായ ലാംഗ്വേജ് ബോഡി ഷെയിം നടത്തുന്നു, വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്നു, മറ്റുള്ളവരെ മൂടായി എന്ന് വിളിക്കുന്നു, താഴേക്കിടയിലുള്ള ആളുകളെ ആക്ഷേപിക്കുന്നു, മുതിർന്നവരെ ഹല്ലേലൂയ ആക്ഷേപിക്കുന്നു. ഇങ്ങനെ ഉള്ള സകല ദുഷ്ട പ്രവൃത്തികളും കാണുമ്പോൾ യാതന സ്ഥലത്തുള്ള ധനവാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? അധികം താമസിയാതെ അവനും ഇങ്ങോട്ട് വരും. അവിടേക്ക് ദൈവം തന്റെ പ്രവൃത്തി അയക്കണമേ എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനയാണ് ഈ 16-ാം അധ്യായത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ധനവാനുള്ള സമയം അതിക്രമിച്ചു പോയി. ധനവാന് നിത്യതയിൽ പോകാനുള്ള സമയമുണ്ടായിരുന്നു, പക്ഷെ അത് അതിക്രമിച്ചു പോയി. ഇന്ന് രാത്രി കേൾക്കൂ പ്രിയരെ, എന്റെ നാവ് എങ്ങനെയുണ്ട്? ഞാൻ കേൾക്കുന്ന കേൾവിയിലൂടെ അകത്തേക്ക് വരുന്ന ശബ്ദം എങ്ങനെയുണ്ട്? എന്റെ കണ്ണെങ്ങനെയുണ്ട്? എന്റെ ശരീര പ്രകൃതി എങ്ങനെയുണ്ട്? എന്റെ ഉള്ളിലിരിക്കുന്ന സ്വഭാവം എങ്ങനെയുണ്ട്? ഇതൊക്കെ ദൈവത്തെയോ ദൈവ പ്രവർത്തികളെയോ ദൈവ വചനത്തെയോ ദൈവാത്മാവിനെയോ വേദനിപ്പിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. നിത്യതയുടെ ഓരോ നിമിഷവും കേൾക്കൂ, വലിയ വേദനയുടെ നിമിഷമാണ് നരകത്തെ കുറിച്ച് പറയുന്നത്. അവിടെ ഒരു മാറ്റവും വരുത്തുന്നില്ല എന്ന സത്യമാണ്. ആത്മാവിനെ നീറ്റിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രി കേൾക്കൂ ദൈവത്തിന്റെ മക്കളെ, പുഴുവിനെ കൊന്നുകളയുവാൻ, നമ്മുടെ ഉള്ളിലെ പുഴുവിനെ കൊന്നുകളയുവാൻ, അതായത് നമ്മുടെ കുറ്റബോധത്തെ കഴുകി വെടിപ്പാക്കാൻ ഇന്ന് സമയമുണ്ട്. നമ്മുടെ കറുപ്പനുഭവങ്ങൾ നീങ്ങുവാൻ, നമ്മുടെ ദുസ്തരം നീങ്ങുവാൻ, നമ്മുടെ സ്വാർത്ഥരം നീങ്ങുവാൻ, നമ്മുടെ പിശുക്കത്തരം നീങ്ങുവാൻ, നമ്മുടെ ജാട നീങ്ങുവാൻ, നമ്മുടെ അഹങ്കാരം നീങ്ങുവാൻ ഇന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ അവൻ ദയ കാണിച്ച് നമ്മളെ രക്ഷിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ സ്തോത്രം ചെയ്താൽ, അല്ല ഞാൻ ഇങ്ങനെ അഹങ്കാരത്തിൽ തന്നെ പോകും, ഞാൻ ഇങ്ങനെ പരദൂഷണം പറയും, ഞാൻ വിശ്വാസികളെ കുറിച്ച്, പാസ്റ്റർമാരെ കുറിച്ച്, ബിഷപ്പിനെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച് ഞാൻ എന്നും എന്റെ മേശമുറിയിൽ ഇത് സംസാരിക്കും, TV മുറിയിൽ, എന്റെ ബെഡ്റൂമിൽ ഇത് സംസാരിക്കും. ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്ന ഒരു മനുഷ്യന് നിത്യമായ നരകത്തിലേക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവിടെയും സംസാരിക്കാം, പക്ഷേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത, പ്രത്യാശയില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. മടങ്ങി വരാൻ കഴിയത്തില്ല. നീറി പുകയുന്ന അനുഭവം, ഉള്ളിൽ നിന്ന് നീറുന്നത്, പുകയുന്നത്, കുറ്റബോധത്തിന്റെ നീറ്റൽ, ഒറ്റപ്പെടലിന്റെ നീറ്റൽ, സഹായമില്ല എന്ന് തോന്നുന്ന നീറ്റൽ, എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ആരുമില്ല എന്ന് തോന്നുന്ന നീറ്റൽ. ശ്രദ്ധിക്കുന്നവർ ഒരിക്കൽ ദൈവത്തെ തുനിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കുന്നു, ഇന്ന് നിന്നെ സ്നേഹിക്കാൻ നിന്റെ അപ്പനമ്മയില്ലെങ്കിലും ദൈവമുണ്ടെന്നൊരു സത്യമുണ്ട്. നിന്റെ കൂട്ടുകാരെ സഹായിക്കുന്നില്ലെങ്കിലും ദൈവമുണ്ടെന്നൊരു സത്യമുണ്ട്. നിന്നെക്കാട്ടിലും ഉന്നതനായ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ടായിരിക്കെ അവരുടെ ഒരു സഹായം നിനക്ക് ലഭിക്കുന്നില്ലെങ്കിലും ദൈവമുണ്ടെന്നൊരു സത്യമുണ്ട്. ഇന്ന് ദൈവത്തോട് തുറന്ന ഹൃദയത്തോട് നിലവിളിച്ചാൽ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഒരമ്മയ്ക്ക് പകരം 100 അമ്മമാരെ തരുവാൻ ദൈവത്തിന് കഴിയും. ഒരൊറ്റ മക്കളുടെ സഹായമില്ലെങ്കിലും 100 മക്കൾ ക്രിസ്തുവിന്റെ സ്നേഹമുള്ളവരെ നിനക്ക് തരാൻ കഴിയും. ക്രിസ്തുവിന്റെ
സഹോദരങ്ങളെ നിങ്ങൾക്ക് ലഭിക്കാൻ കഴിയും. ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം ഉയരത്തിലുണ്ട്. അവൻ പുതുവഴികളെ തുറക്കും. കൂടപ്പറപ്പങ്ങളെക്കാൾ ഉത്തരവാദിത്വത്തോട് ചില കുടുംബ ബന്ധങ്ങൾ ഒരുക്കിത്തരും. കൂടപ്പറപ്പങ്ങളെക്കാൾ അപ്പുറത്ത്, അവൻ സഹോദരവർഗങ്ങളെക്കാൾ അപ്പുറത്ത് സ്നേഹിക്കുന്ന ചിലരെ നേടിത്തരും. ഒരുപാട് നിന്നെ സ്നേഹിക്കാൻ അവൻ നിന്റെ സ്വന്തം അമ്മയെക്കാൾ അനേക അമ്മമാരെ എഴുന്നേൽപ്പിക്കും, അനേക സഹോദരങ്ങളെ എഴുന്നേൽപ്പിക്കും. പക്ഷെ നിന്റെ ഹൃദയം ക്രിസ്തുവിൽ സ്വതന്ത്രമാകണം, ക്രിസ്തുവിൽ നീ വിശുദ്ധമാകണം, ക്രിസ്തുവിൽ നീ നല്ല മനസ്സാക്ഷിയുള്ളവനാകണം, പ്രാർത്ഥന ജീവിതമുള്ളവനാകണം, വചന ദാഹമുള്ളവനായി മാറണം. കൊതിക്കുന്ന ഒരു ഹൃദയം, യേശു എനിക്ക് മതി എന്ന് പറയുന്ന ഒരു ജീവിതം ഉണ്ടാകണം. ശുദ്ധകരങ്ങൾ ഒരിക്കൽ ദൈവത്തെ തുനിച്ചാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്ദിത പാത്രരമേവാ നമ്മെ നായകൻ കൈവിടുമോ? ചേർന്ന് പാടിക്കാതെ. നിന്ദിത പാത്രരമേവാ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. നമ്മ വിളിച്ചു പറയണേ, കർത്താവേ എന്റെ നല്ല മനസ്സൊന്ന് എഴുന്നേക്കണമേ, എന്റെ നല്ല സ്വഭാവം ഒന്ന് എഴുന്നേക്കണമേ, എന്റെ നല്ല ജീവിതം ഒന്ന് എഴുന്നേക്കണമേ, എന്റെ വിശുദ്ധ ജീവിതം എഴുന്നേക്കണമേ, എന്റെ നല്ല സ്വഭാവം, കറതീർന്ന ശുദ്ധ ഹൃദയമുള്ള സ്വഭാവം, വിശുദ്ധിയുടെ സ്വഭാവം, നന്മയുടെ കരുണയുടെ സ്വഭാവം, സത്യത്തിന്റെ സ്വഭാവം, ദൈവമെന്ന സ്വഭാവം, ദൈവമെന്ന സത്യം എന്നിൽ വെളിപ്പെടണമേ, എന്നിൽ പണിയണമേ. ഹല്ലേലൂയ. ഒരിക്കലും ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് രാത്രി കേൾക്കു പ്രിയമുള്ളവരെ. കെടാത്ത പുഴുവിലേക്ക് നീങ്ങാതെ, ആറാത്ത കെടാത്ത തീയിലേക്ക് നീങ്ങാതെ, ആത്മാവിനെ തണുപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. സന്തോഷമുള്ളവർ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ് പ്രിയമുള്ളവരെ. ഇനി തയ്യാറുണ്ട് പാട്ട് കൂടെ തുടങ്ങേണ്ടി വരും. എനിക്ക് തോന്നുന്നില്ല ഇത് തീരുമെന്ന്. ഇത് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം കൂടെ കേൾക്കണം. ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്. വിശ്വസിക്കുന്ന രാമേമ്പർ സ്വോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു പുഴു ചാകുകയില്ല, തീ കെടുകയില്ല. മർക്കോസ് 9:48 അത് വ്യക്തമായി പറയുന്നു. തനവാന്റെ ലാസറിന്റെ ഉപമ നമ്മൾ ചിന്തിപ്പാനിടയായി. മരണാനന്തര ശിക്ഷ അല്ലാതെ വേറൊന്നും അവിടെ ഇല്ല. മനുഷ്യ മനസ്സാക്ഷിയുടെ ആത്മാവിന്റെ വിലാപമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നരകത്തിൽ യാതനത്തലത്തിരിക്കുന്ന മനുഷ്യന് മനസ്സാക്ഷി ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു, അവിടെ ആത്മാവുണ്ടെന്ന് വ്യക്തമാക്കുന്നു. പക്ഷെ ആ മനസ്സാക്ഷി ആത്മാവെന്ന് പറയുന്നത് വിലാപങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. എന്നെ രക്ഷിക്കണമേ എന്നുള്ള വിലാപം, എന്നെ കരുതണമേ എന്നുള്ള വിലാപം, എന്നെ ഉപേക്ഷിക്കല്ലേ എന്നുള്ള വിലാപം, അങ്ങനെ രക്ഷിക്കണമേ നിലവിളിക്കുന്ന രക്ഷിക്കണമേ, വിടുവിക്കണമേ, സഹായിക്കണമേ എന്നുള്ള വിലാപത്തിന്റെ ശക്തി ആത്മാവ് അവിടെ വെളിപ്പെടുത്തും. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നിലയ്ക്കാത്ത കുറ്റബോധം. പുഴു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? നിലയ്ക്കാത്ത കുറ്റബോധം. ഒരു പുഴു ഉള്ളിൽ നിന്ന് കരണ്ട് തിന്നുന്നത് പോലെ ചെയ്ത തെറ്റുകളെ കുറിച്ച് തീരാത്ത കുറ്റബോധം. അഴിമതിയിലൂടെ മറ്റുള്ളവരെയൊക്കെ ചതിച്ചു വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരാൾ ശ്രദ്ധിക്കും, അവൻ സന്തുഷ്ടമായിട്ടാണ് നടക്കുന്നത്. ഹല്ലേലൂയ. കൂടപ്പറപ്പുകളെ ചതിച്ചു, നാട്ടുകാരെ ചതിച്ചു, അയൽവക്കക്കാരെ ചതിച്ചൊക്കെ ഞാൻ വലിയ 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 ആളാണെന്ന് പറഞ്ഞ് സന്തുഷ്ടനായിട്ട് ജീവിക്കുമ്പോൾ അവന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത ഒരു ദിവസത്തിലേക്ക് മാറാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ സ്തോത്രം ചെയ്താണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. തന്റെ വിജയം മറ്റൊരാളുടെ കണ്ണീരാണെന്ന് തിരിച്ചറിയുക ഇവിടെ പുഴുവിനെ പോലെ അവൻ അനുഭവിക്കുക. ഇന്ന് ഞാൻ നേടിയെടുത്ത എന്റെ ജോലി, ഇന്ന് ഞാൻ നേടിയെടുത്ത എന്റെ പ്രശസ്തി, എന്റെ കൂടപ്പറപ്പുകൾ, സഹോദരങ്ങളെ, ഇടപാടുകളെ അനേകരുടെ കണ്ണീരാണെന്നുള്ള തിരിച്ചറിവ് അവനെ ചതിച്ചിട്ട്, അവനെ വഞ്ചിച്ചിട്ട്, അവനെ ദ്രോഹിച്ചിട്ട്, അവന്റെ പാസ്പോർട്ട് ബന്ധിച്ചിട്ട്, അവന്റെ നന്മകളെ മോഷ്ടിച്ചിട്ട് ഇന്നിങ്ങനെയുള്ള തിരിച്ചറിവ് ഒരു പുഴുവിനെ പോലെ അവന്റെ മനസ്സാക്ഷി ഇങ്ങനെ കാർന്നു തിന്നു. ഞാൻ ഇവിടെ സന്തുഷ്ടനാണ്, ഞാൻ വലിയ കാറിലാണ്, ബംഗ്ലാവിലാണ്, പക്ഷെ എല്ലാവരും നോക്കും എന്നെക്ക് പൂമാലയിടുന്നു, എന്നെ വാഴ്ത്തി പാടുന്നു, എന്നെ പുകഴ്ത്തുന്നു. പക്ഷെ അന്തരാത്മാവിൽ തിരിച്ചറിവെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഒരു പുഴുവിനെ പോലെ അവന്റെ മനസ്സാക്ഷിയെ കാർന്നു തിന്നുന്നു.
അതുകൊണ്ട് അങ്ങനെ കാർന്നു തിന്നുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആ മനുഷ്യന്റെ ആത്മാവ് നടന്നു നീങ്ങുകയാണ്. ഇവിടെ തൊണ്ട് അവന് കുറ്റബോധമുണ്ട്. കാണുമ്പോ ചിരിയെ കൊള്ളു, ഉള്ളിന്റെ ഉള്ളിൽ കറുപ്പനുഭവം. അമ്മ മുഖത്ത് പുഞ്ചിരി വരുത്തുകയാണ്, അഭിനയിക്കുകയാണ്, ആക്ടിങ്ങിന് തികവുള്ളവരായി മാറുന്നു. പക്ഷെ അകത്തോളത്ത് കാറി തിന്നുന്ന കുറ്റബോധം, ഹല്ലേലൂയ, അത് നിത്യവേദനയായി ഇവിടെ തന്നെ മാറുകയല്ല, അങ്ങ് എന്നേക്കുമായി മരണം വിട്ട് നിത്യവേദനയായി ആ ആത്മാവ് മാറുന്നു എന്ന് ഇവിടെ വചനം പഠിപ്പിക്കുന്നു. കേൾക്കൂ പ്രിയരെ, കെടാത്ത തീ, തൃപ്തി വരാത്ത ആഗ്രഹങ്ങൾ, ഹല്ലേലൂയ, തൃപ്തി വരാത്ത ആഗ്രഹങ്ങൾ, ഭൗതികമായ വസ്തുക്കളോടുള്ള അമിതമായ ആസക്തിയാണ് ഈ തീ. ഭൗതിക വസ്തുക്കളോടുള്ള അമിതമായ ആസക്തിയാണ് എന്ത്? ഈ തീ. ആഗ്രഹങ്ങൾ കൂടും തോറും ഈ തീ അങ്ങ് ആളിപ്പടരുകയാണ്. ഇന്ന് 30 രൂപയുടെ 30,000 രൂപയുടെ മൊബൈൽ ആണെങ്കിൽ അടുത്ത മാസം കഴിയുമ്പോൾ, ഒരു 2 മാസം കഴിയുമ്പോൾ 1 ലക്ഷത്തിന്റെ മൊബൈൽ അങ്ങ് തീ. ഇന്ന് 1 ലക്ഷത്തിന്റെ ജോലി സാലറി കിട്ടുമ്പോൾ അത് പോരാ, 4 ലക്ഷത്തിന്റെ സാലറി വേണം. അത് എന്തിനു വേണ്ടിയാണ്? സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടിയല്ലയോ എന്നതുള്ളത് മറ്റൊരു സത്യമാണ്. ഇതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാനോ പ്രയോജനപ്പെടുത്തുന്നൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഭൗതിക വസ്തുക്കളോടുള്ള അമിതമായ ആസക്തി, ആഗ്രഹങ്ങൾ കൂടും തോറും ഈ തീ ആളിപ്പടരുകയാണ്. എത്ര നേടിയാലും മതിയാകാത്ത അവസ്ഥ. സ്വന്തം ഭാര്യ ഇരിക്കുമ്പോൾ ഭാര്യയിലുള്ള സംതൃപ്തി പോരാതെ അന്യന്റെ സ്ത്രീകളെ നോക്കുന്ന തീ, പണത്തോടുള്ള ആഗ്രഹം, അധികാരത്തോടുള്ള ആഗ്രഹം, ലഹരിയോടുള്ള ആഗ്രഹം, ഇത് ഒരിക്കലും മനുഷ്യനെ അസ്തമിപ്പിക്കുന്നില്ല. ഇവിടെ തന്നെ അങ്ങനെ പായുന്ന തീ, കെടാത്ത തീ, തൃപ്തരാകാത്ത നിലയിൽ കുതിച്ചു പൊങ്ങുന്ന തീ, ലഭിക്കും തോറും ദാഹം കൂടുന്ന അവസ്ഥ അഗ്നിയായി മാറുന്നു. ഹലോ, വിശുദ്ധ കരങ്ങൾ ഒരിക്കലും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹൃദയത്തോട് സംസാരിക്കും. ഞാൻ എന്തിനെ കുറിച്ച് കൂടുതൽ ആഗ്രഹിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ സമയം ബൈബിൾ വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ തീ എന്താണ്? യേശു കർത്താവിനെ സ്നേഹിക്കാനുള്ള ആഗ്രഹമാണ് എന്റെ ഉള്ളിലെ ആഗ്രഹം. എന്റെ കൂടപ്പിറപ്പങ്ങളെ, സ്നേഹിതരെ, സഹോദരങ്ങളെ താങ്ങും തണലായി മാറുന്ന ഒരു ദാഹമാണ് എന്നിലുള്ളത്. ഹല്ലേലൂയ. സുവിശേഷത്തെ കുറിച്ചുള്ള ദാഹമുണ്ടോ? പൗലോസ് പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലക്ഷ്യമില്ല. എത്ര ഉന്നതമായ അധികാരമുള്ളവൻ, പദവിയുള്ളവൻ, സമ്പത്തുള്ളവൻ, ഹല്ലേലൂയ, വലിയ ധനികനായ മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് ചപ്പന്നും ചവറെന്നും തന്റെ ധനത്തെയും വിദ്യാഭ്യാസത്തെയും എണ്ണിക്കൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് പ്രാണനെപ്പോലും വിലയേറിയതായി എണ്ണാതെ ഗ്രാമങ്ങളോട് സഞ്ചരിച്ച്, പട്ടണങ്ങളോട് സഞ്ചരിച്ച് 14 ലേഖനങ്ങൾ നമുക്ക് വേണ്ടി എഴുതി തന്ന് ലോകത്തിന്റെ നടുവിൽ ശക്തിയോട് വ്യക്തമായി ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ച ഉയർന്ന ധനികനായ പണ്ഡിതനായ അറിവുള്ള മനുഷ്യൻ. കേൾക്കൂ പ്രിയരെ, ഇന്ന് രാത്രി കേൾക്കും. നമ്മുടെ വിദ്യാഭ്യാസം എന്തിന് ദൈവം തന്നു? നമ്മുടെ സൗന്ദര്യം എന്തിന് ദൈവം തന്നു? നമ്മുടെ ആരോഗ്യം ദൈവം എന്തിന് തന്നു? നമ്മുടെ പണം എന്തിന് ദൈവം തന്നു? ഇപ്പം ദൈവം ദുഃഖിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ നോക്കി, ദൈവം ദുഃഖിക്കുകയാണ് നമ്മുടെ പണത്തെ നോക്കി, ദൈവം ദുഃഖിക്കുകയാണ് നമ്മുടെ കുടുംബത്തെ നോക്കി, ദൈവം ദുഃഖിക്കുകയാണ് നമ്മുടെ തലമുറ നോക്കി. നമ്മുടെ തലമുറ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ മാതാപിതാക്കൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ സമയം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ ജോലി ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ വിദ്യാഭ്യാസം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കണം. ഇത് മറുപടി കൊടുത്തില്ലെങ്കിൽ നീറിപ്പോകുന്ന കുറ്റബോധമായി എന്നേക്കുമായി നിത്യ നരകത്തിലേക്ക് മാറാം എന്നൊരു സത്യം ഇവിടെ വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ ദൈവത്തെ തുതിച്ചാട്ട്. ഞാൻ എന്റെ കണ്ഠനാദം ഉയർത്തി വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് എന്റെ ഉപജീവന മാർഗമാണെന്ന്. ഹല്ലേലൂയ. ഇത് കേവലം പ്രസംഗം ഒരു ഉപജീവന മാർഗമല്ല പ്രിയമുള്ളവരെ. ഇത് അകത്തളത്തിന് കുതിച്ചുയർന്ന ആത്മാവിന്റെ സ്നേഹത്തിന്റെ കൊടിയ കാറ്റുപോലെ, ആവശ്യബോധത്തോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടെ ദൈവം എന്നിൽ ഇരിക്കുന്ന നിഷിദ്ധമായിരിക്കുന്ന നരകമെന്ന സത്യം ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് ഞാനും നിങ്ങൾ കേൾക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥനാണ്. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താലോ. ഹല്ലേലൂയ. യേശു ക്രിസ്തു മാത്രം ഏക ദൈവമായിരിക്കെ അവൻ നമ്മുടെ മധ്യത്തിൽ സനാതനായി നിത്യനായി നിൽക്കെ എനിക്ക് യേശു മാത്രം പോരാ. എനിക്ക് ചില വിശുദ്ധന്മാരെ വേണം, ചില മരിച്ച വിശുദ്ധന്മാരെ വേണം, ജീവനുള്ള വിശുദ്ധന്മാരെ വേണം. എനിക്ക് അവിടെ പോണം, ഇവിടെ പോണം, ആ മല കയറണം, ഈ മല കയറണം, എനിക്ക് അത് ആ കർമ്മം ചെയ്യണം, ഈ കർമ്മം ചെയ്യണം. ആഗ്രഹങ്ങൾ കുതിച്ചുയരുകയാണ്. കുതിച്ചുയരുന്ന ആഗ്രഹങ്ങളുടെ തീ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കൂ, ജീവനുള്ള ദൈവം ഒന്നേ ഉള്ളൂ ഏറ്റു പറയുക. ഏക മധ്യത്തിന്, ഏക മഹാപുരോഹിതൻ, ഏക ദൈവ, ഏക രാജാവ്, നിത്യനായ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരികയില്ല. ഈ രാത്രി ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ലൂക്കോസിന്റെ 16 ധനവാൻ നരകത്തിൽ കിടന്നു വേദനിക്കുന്നു. വേദനിക്കുമ്പോൾ എന്താ കാണുന്നത്? ലാസറിനെ കാണുന്നു. അപ്പോൾ ആത്മാവിനെ കാണാൻ കഴിയും. മനസ്സിലാക്കുക, നരകത്തിൽ കിടക്കുന്ന ആത്മാവിന് ഓർമ്മശക്തി മാത്രമല്ല, ഹല്ലേലൂയ, അറിവ് മാത്രമല്ല, ജ്ഞാനം മാത്രമല്ല,
കുറ്റബോധം മാത്രമല്ല, കാണാനും കഴിയുമെന്നൂടെ പഠിപ്പിക്കുന്നു. ലാസറിനെ കണ്ടു എന്നാണ് പഠിപ്പിക്കുന്നത്. ലാസറിന്റെ പക്കൽ ഉണ്ടായിരുന്ന സ്നേഹവും സമാധാനവും തനിക്ക് ലഭ്യമല്ല എന്ന് തിരിച്ചറിവിടെ കാണുന്നു. അബ്രാഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസർ, അവന്റെ സ്നേഹവും കരുതലും എനിക്ക് ലഭിക്കത്തില്ലല്ലോ എന്നുള്ള ദുഃഖത്തോടെ കഴിയുന്ന ഒരു ആത്മാവിന്റെ നിലവിളി കേൾക്കൂ. വീട്ടിനുള്ളിലെ ഡിജിറ്റൽ അകലം ഒന്ന് മനസ്സിലാക്കുക. ഓരോ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരേ മേൽക്കൂരയ്ക്ക് കീഴെയാണ് എല്ലാവരും. പരസ്പരം സംസാരിക്കാതെ ഫോണുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കാതെ ഒടുവിൽ ഉറ്റവർ നഷ്ടപ്പെടുമ്പോൾ മാത്രം അവരുടെ വില തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇവിടെ ശ്രദ്ധിക്കൂ. ധനവാൻ അനുഭവിച്ച ആ ദാഹം, തന്റെ സഹോദരങ്ങളെയൊക്കെ രക്ഷിക്കണമേ എന്ന ധനവാന്റെ യാചന, വൈകിപ്പോയ തിരിച്ചറിവിന്റെ വിലാപമാണ്. ഇന്ന് രാത്രി വിശുദ്ധ കരങ്ങളിൽ ചൊരിക്കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താലോ. ഹല്ലേലൂയ. കുടുംബ ബന്ധത്തിനകത്തുള്ള സ്നേഹം നിലനിർത്തിക്കോണം. മൊബൈലെല്ലാം അല്പനേരത്തേക്ക് മാറ്റി നിർത്തി ഭാര്യ, ഭർത്താവും, മക്കളും, കുഞ്ഞുങ്ങളും ഒരുമിച്ച് നിന്ന് സന്തോഷിക്കണം. ദൈവത്തെ കുറിച്ച് പറഞ്ഞ് സംസാരിക്കണം. ഗീതങ്ങൾ പാടി സന്തോഷിക്കണം. പരസ്പരം വചനങ്ങൾ ഷെയർ ചെയ്ത് സന്തോഷിക്കണം. സങ്കീർത്തനങ്ങളാലും സ്തുതിഗീതങ്ങളാലും ആത്മീയ ഗീതങ്ങൾ പഠിപ്പിച്ചും തമ്മിൽ സംസാരിച്ച് കർത്താവിനെ കുറിച്ച് സംസാരിച്ച് വേണം സമയം ചെലവഴിക്കാൻ. ഹല്ലേലൂയ. ഓരോരുത്തർ അവരവരുടെ മൊബൈലും എടുത്തോണ്ട് അവരവരുടെ മുറിയിൽ പോയാൽ നഷ്ടപ്പെടുന്നത് വലിയ സ്നേഹമാണ്. നഷ്ടപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ കരുതലാണ്. ഇവിടെ ധനവാൻ അത് അനുഭവിച്ചെന്റെ ദാഹമാണ്. എന്റെ വഴിയരികിൽ, എന്റെ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് എന്റെ ലാസറിന്റെ സ്നേഹം എനിക്ക് കാണാൻ പറ്റിയില്ല. അവനെ ഒന്ന് സഹായിക്കാൻ എനിക്ക് പറ്റിയില്ല. അവന് നല്ലൊരു വീട് വെച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇവിടെ യാതന സ്ഥലത്തിരുന്നു കൊണ്ട് അവൻ അനുഭവിക്കുന്ന ദാഹം കാണുക. ആ ലാസറിന്റെ സ്നേഹവും കരുതലും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അവന്റെ കരുതൽ ഇന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. വൈകിപ്പോയ തിരിച്ചറിവിന്റെ വിലാപമാണ് ഇവിടെ കാണുന്നത്. വിശുദ്ധകരങ്ങൾ ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഇവിടെ ധനവാനും ലാസറിനിടയിൽ വലിയൊരു പിളർപ്പുണ്ട് എന്ന് പഠിപ്പിക്കുന്നു ബൈബിള്. നിങ്ങളെ വേദഭാഗം നന്നായിട്ട് വായിക്കണം. ഇതൊന്നും ഞാൻ സ്വന്തമായി പറഞ്ഞതൊന്നുമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കൂ. ഹല്ലേലൂയ. ധനവാനും ലാസറിനും ഇടയിൽ വലിയൊരു പിളർപ്പുണ്ട്. ആധുനിക ലോകത്തെ സാമ്പത്തിക സാമൂഹിക അസമത്വം നിലനിൽക്കുമ്പോൾ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ, അത് കാണാത്ത ഭാവം നടിക്കുന്ന ആഡംബര ജീവിതങ്ങൾ, സഹജീവിയിലേക്ക് നീട്ടാത്ത കൈകൾ, മനുഷ്യർക്കിടയിൽ വലിയ മതിലുകൾ തീർക്കുന്നു. സ്നേഹമില്ലാത്ത ഈ മതിലുകളാണ് ആത്മാവിനെ ദൈവത്തിൽ നിന്നും അകറ്റി നരകതുല്യം ഏകാന്തതയിലേക്ക് തള്ളുന്നത്. ഇന്ന് രാത്രി കേൾക്കൂ. ഒരു ദിവസം ദൈവം വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുമീ. ദൈവത്തിന്റെ ശക്തിയും സ്വഭാവവും സ്നേഹവും കരുതലും സമാധാനമില്ലാത്തവന് ലഭിക്കാൻ പോകുന്ന നിത്യമായ നരകം, പ്രത്യാശയില്ലാത്ത നരകം, തിരിച്ചുവരവില്ലാത്ത നരകം, ദൈവമെത്താത്ത ഒരിടം, സ്നേഹവും കരുതലും ക്ഷമയും എത്താത്ത ഒരിടം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തീയും പുഴു നമുക്ക് പുറത്തുള്ളതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നാം തന്നെ വളർത്തുന്നതാണ്. എന്ത്? ഈ തീയും പുഴുവും എന്ന് നമ്മൾ മനസ്സിലാക്കി. സ്വാർത്ഥത എന്ന പുഴുവിനെ കൊല്ലണം. അമിതമായ ആസക്തി എന്ന തീയെ നമ്മൾ അണയ്ക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കു പ്രിയരെ, അവരെ സ്നേഹിക്കാനും സാധിച്ചാൽ മാത്രമേ ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ. നരകം എന്നൊരു ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്ന സ്ഥലമല്ല പ്രിയരെ. നരകം എന്നൊരു ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്ന സ്ഥലമല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിന് നേരെ മനുഷ്യൻ വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ അവൻ സ്വയം എത്തിച്ചേരുന്ന അവസ്ഥയാണ്. ദൈവം കൊണ്ട് നരകത്തിൽ തള്ളിയിടുന്നില്ല. അത് മനസ്സിലാക്കണം. ദൈവം ഓരോ മനുഷ്യന്റെ കാലെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് തീക്കൊണ്ടെത്തിക്കൊണ്ട് ഇടുന്നില്ല. ഇവിടെ സ്വയമേ മനുഷ്യൻ എന്ത് ചെയ്യുക? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നേരെ മനുഷ്യൻ സ്വയമേ വാതിൽ എന്ത് ചെയ്യുക? കൊട്ടി അടയ്ക്കുമ്പോൾ അവൻ സ്വയം എത്തിച്ചേരുന്ന അവസ്ഥയാണ് നരകം. സ്നേഹമില്ലാത്ത ഹൃദയത്തിൽ എപ്പോഴും തീ കത്തും, പുഴു അരിക്കും. ഈ രാത്രി കേൾക്കും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇനി അതിപ്രധാനമായ മറ്റൊരു സത്യത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. വിലാപവും പല്ലുകടിയും. ഇതുവരെയായിട്ട് നമ്മൾ ആ സബ്ജക്ട് തൊട്ടിട്ടില്ല. വിലാപവും പല്ലുകടിയും. അത് തുടരണമെങ്കിൽ കുറച്ച് സമയം എനിക്ക് വേണ്ടി വരും. അപ്പൊ നമ്മൾ തീയെ കുറിച്ച് സംസാരിച്ചു, പുഴുവിനെ കുറിച്ച് സംസാരിച്ചു, നിത്യമായ വേർവിരിയലിനെ കുറിച്ച് സംസാരിച്ചു. ഇനി അടുത്ത പ്രാവശ്യം വിലാപവും പല്ലുകടിയും എന്നുള്ള സത്യത്തിലേക്ക് നമുക്ക്